പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളെ പ്രതികരണ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യമാണ് നമ്മൾ പ്രതികരണത്തിൽ വായിക്കുന്നത്. നമ്മൾ ഷോർട്സ് ഇപ്പോൾ 2 ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം നമ്മുടെ ഞാനും സരിതയും കൂടി കല്യാണം കഴിഞ്ഞ് വരുന്നത്, പിന്നെ അത് കഴിഞ്ഞ ഒന്നരാഴ്ച ഇപ്പം ഇട്ടുപോണത് അതിർത്തി തർക്കം. അപ്പോൾ അതിർത്തി തർക്കത്തിലത്തെ സഹോദര സ്നേഹം. അപ്പോൾ സഹോദര സ്നേഹത്തിലത്തെ ഷോർട്സ് ആദ്യമായിട്ടൊന്നല്ല ഇടണേ. നമ്മള് എത്ര നാള് മുന്നിട്ട് തുടങ്ങിയില്ലേ? 3 കൊല്ലൊക്കെ ആയിട്ട് നമ്മള് ഇടുന്നുണ്ട് ഓരോ ഫണ്ണി സാധനങ്ങൾ. അത് നമ്മൾ തന്നെ ചെയ്യണതാ. നമ്മളുടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ തന്നെ നമ്മുടെ സ്വന്തം ജീവിതവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും അതിൽ അജും സരിതയും ജഗ്ഗും തന്നെയാണ് ക്യാരക്ടേഴ്സായിട്ട് പോണത്. പക്ഷേ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു ഇതൊക്കെ ഞങ്ങൾ വെറുതെ ഓരോ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഒരു സ്റ്റോറി കണ്ടെത്തി സ്ക്രിപ്റ്റ് എഴുതി ചെയ്തിട്ട് ഞങ്ങളുടെ കഥാപാത്രങ്ങളൊക്കെ വേറെയാണ്. അത് ഒക്കെ സിനിമാ നടന്മാരെ പേരുകളാണ് ഞങ്ങൾ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ സത്യൻ, ഷീല, മോഹൻലാൽ, സുമലത. ചേട്ടൻ്റെ പേര് മോഹൻലാൽ എന്നായിരിക്കും. അത് കഥകൾ മാറി വന്നാലും പേര് മാറില്ല. മറിമായത്തിലത്തെയൊക്കെ പോലെ പേര് മാറില്ല. എന്താ പറയുക, ജഗ്ഗുവിന് ഇപ്പോൾ പുതുതായിട്ട് ജഗ്ഗു വന്നു. അവ ജഗ്ഗുവിന് പൃഥ്വിരാജ് എന്ന് ഇട്ടെടുത്തു. അപ്പം അങ്ങനെ ഓരോരുത്തരും TG രവി, ജോസ് പ്രകാശൊക്കെ ഇനി വരും. അതെ. അപ്പം സത്യൻ, ഷീല, അങ്ങനെ പ്രേമേട്ടനും ജയൻ ചേച്ചിയും പിന്നെ സുമലതയ്ക്ക് ആയിട്ടുള്ളതൊക്കെ മുന്നിട്ടിട്ടുണ്ട് അല്ലേ? നമ്മള് ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര വൈറലായി പോയി. അതെ, ആദ്യമായിട്ടല്ല ഇടണേ എന്ന് പറയായിരുന്നു. സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പോൾ അതിലത്തെ കമന്റുകൾ കൂടിയും ഒരു കുറച്ച് വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ അതിർത്തി തർക്കം എന്ന് പറയുന്ന സാധനം അല്ല, ഈ സഹോദര സ്നേഹം അല്ലെങ്കിൽ അതിർത്തി തർക്കം എന്ന് പറയുന്നത് ഒരാളുടെ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ സ്വപ്നം, കുടുംബത്തിലത്തെ എങ്ങനെ അതിർത്തി എങ്ങനെയാവും, സത്യത്തിൽ റിയാലിറ്റിയിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ്. അതൊരു തമാശ പോലെ പ്രേമേട്ടൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് പണ്ട് ഇല്ലേ, ആണുങ്ങളിൽ ഇട്ടിട്ടുള്ള ഇതിൻ്റെ വേറൊരു വെർഷൻ ത്രെഡ് തന്നെ. പ്രേമേട്ടന് ഇങ്ങനത്തെ കുറേ കഥകൾ അറിയാം. അത് എക്സ്പെക്റ്റേഷനിൽ എങ്ങനെയായിരിക്കും. അതായത് ഇപ്പം നമ്മളൊരു വില്ലേജ് ഓഫീസിൽ പോവുക നമ്മുടെ ഒരു ആവശ്യത്തിന്. അപ്പം നമ്മളുടെ ആഗ്രഹം തൊട്ടാ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവർ നമ്മളെ സ്വീകരിക്കുന്നു, എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നു, നമ്മുടെ പേപ്പറുകളും സാധനങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഇഷ്ടപ്പെടുന്നതിന് ശരിയാക്കി തരുന്നു. നമ്മൾ പോരുന്നു കൊടുക്കാൻ നോക്കിയാ അവര് നമ്മളെ ചീത്ത വിളിക്കും. നിങ്ങളിത് എന്തൊട്ട് ചെയ്യണേ? ഇവൊക്കെ കാര്യങ്ങൾ ഞങ്ങളുടെ ജോലിയാണ്, ഇതിനുള്ള ശമ്പളം ഞങ്ങൾക്ക് ഗവൺമെന്റ് തരുന്നുണ്ട്, ഞങ്ങൾക്ക് കൈക്കൂലി തരേ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ എന്താണ് അവിടെ റിയാലിറ്റിയിൽ സംഭവിക്കുന്നത്? അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതിലത്തെ ഒരെണ്ണം ഇത് ചെയ്തു എന്ന് മാത്രം, അല്ലാണ്ട് ഇത് നമ്മുടെ കുടുംബമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അപ്പം ഇതിലത്തെ ആണ് കേട്ടോ കമൻറ്റ് വായിക്കുന്നത്. റിയാസ്: അജു സ്വന്തം കുടുംബക്കാരെ തന്നെ ട്രോളിയതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇതാണ് അതിന്റെ ഏറ്റവും മേലെ കിടക്കണ കമന്റ്. 83 ലൈക്ക് കിട്ടിയിട്ടുണ്ട് അതിന്. അപ്പൊ അതുകൊണ്ടാണ് ആ കമന്റ് എടുത്ത് വായിച്ചത്. നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛനൊക്കെ മരിക്കണതിനേക്കാളും മുന്നേ തന്നെ എല്ലാവരും സ്ഥലമൊക്കെ അവരവരെ പേരിലൊക്കെ ആക്കിയിട്ട് അതിർത്തിയൊക്കെ തിരിച്ച് മതിൽ കെട്ടിയില്ല എന്ന് മാത്രം, പക്ഷെ ബൗണ്ടറിയൊക്കെ കെട്ടി മറ്റേ എന്താ പറയാ ഫൗണ്ടേഷനൊക്കെ കെട്ടി എല്ലാവരും തിരിച്ചിട്ടുള്ളതാ. ഒരു അതിർത്തി തർക്കത്തിന്റെ ഒരു പ്രശ്നമേ ഇവിടെ ഉദിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവം തന്നെ ഇവിടെ ഇല്ല. അപ്പം ഇനി നമ്മൾ ഇവിടെ ഉണ്ടായ സംഭവത്തിന് ഇവിടെയുള്ളവരെ നമ്മൾ ചേട്ടനന്യന്മാരെ ട്രോൾ ചെയ്തൊന്നും തന്നെയല്ല. അപ്പം അത് ക്ലിയർ ആയില്ലേ? അതിർത്തി തർക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ കോടതികളിലെ ഏറ്റവും കൂടുതൽ കേസുകൾ ചേട്ടനന്യന്മാര് തമ്മിലുള്ള അതിർത്തി തർക്കത്തിന്റെ കേസുകളാണ് ഏറ്റവും കൂടുതൽ കോടതികളിൽ കെട്ടിക്കിടക്കണ കേസ്. അങ്ങനെ ആരോ പറഞ്ഞു, പ്രേമേട്ടനെ പറഞ്ഞു 90% കേസുകൾ അതാണ് കെട്ടിക്കിടക്കണത്. സനോജ് പാവം തിരക്കിലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണാനോ കമന്റ് ഇടാനൊന്നും സമയം കിട്ടണില്ല. സനോജ് ബാംഗ്ലൂർ മറ്റേ ഈ ഒരു ചെറിയ ഹോട്ടലുകൾ ആരംഭിച്ചിട്ടുണ്ട് അവര്. അപ്പം അതിൻ്റെ തിരക്കിലാണ്. അപ്പം അല്ലെങ്കിൽ അവൻ എന്നും കമന്റ് ഇടുന്ന ആളാണ് നമുക്ക്. അങ്ങനെ കുറേ പേര് പോയിട്ടുണ്ട്. ശരസി, ബാബു, ഇവരൊന്നും കാണാനില്ല. ടെസ്ല മൈ ഹീറോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കാണാലിയാണ്. അപ്പം സനോജ് ടി അർജുനെ എഴുതിയേക്കാണ് എല്ലാ യഥമാന്തി അയലക്കാർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യഥമാന്തലുണ്ടായിരുന്നു ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് വിനോദ് ചിറയിൽ: മതിൽ ന്യായീകരണം. ഒരു മതിൽ കെട്ടിലെ 6 സഹോദരങ്ങളിൽ ഒരു സഹോദരൻ മതിൽ കെട്ടി, അതിന്റെ ന്യായീകരണം. ഇത് എന്നെ ഉദ്ദേശിച്ച് മാത്രമാണ്.
ഒരു ന്യായീകരണം നിരത്താൻ മാത്രം ഇത്രയും വലിയ അപരാധമാണോ ചേട്ടാ ഒരു മതിൽ കെട്ടാന്ന് പറയുന്നത്? നമ്മുടെ വീടിൻ്റെ ഒരു അതിർത്തിയിൽ നമ്മൾ മതിൽ കെട്ടി തിരിച്ചിങ്ങനെ ഇടുന്നത് ഒരു ന്യായീകരണം കൊടുക്കേണ്ട ഒരു ആവശ്യമാണ്. നല്ല മതിലുകൾ നല്ല അയൽക്കാരെയും നല്ല ബന്ധങ്ങളെയും സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ചേട്ടാ? അത് തന്നെ ആദ്യം മനസ്സിലാക്കുക. പിന്നെ നമ്മൾ മതിൽ കെട്ടിയതിൻ്റെ ഒരു കാരണം നമ്മുടെ നമ്മുടെ 2 നായ്ക്കളുണ്ടല്ലോ, ചാർലിയും ഇമ്രാനും, ഇവർ അതിർത്തി വിട്ട് പോകാണ്ട് മറ്റുള്ള നായ്ക്കളുമായി ഇടപഴകിയിട്ട് വല്ല പേയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് വിചാരിച്ചിട്ട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സുരക്ഷിതത്വമാണ് പ്രധാനം എന്നുള്ളത് മനസ്സിലാക്കിയൂടെ നമുക്ക്? അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമുണ്ടെങ്കിൽ ചേട്ടൻ ഇങ്ങനത്തെ ബാലിശമായ കമൻറ്റ് ഇടാനേ ശ്രമിക്കില്ലായിരുന്നു. കാലക്രമേണ എന്തെങ്കിലും നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ടി വരും. ഇതിലിപ്പോൾ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലേ മതിലേട്ടിൻ്റെ പേരിൽ? മതിലേട്ടിൽ ലോകത്തിലെ ആദ്യത്തെ സംഭവം നല്ലത്. അടുത്തത് കഴിഞ്ഞ കമൻറ്റ് വയനാട്ടിലത്തെ കമൻറ്റാട്ടോ. റിയാസ്, ഇന്നത്തെ വീഡിയോയിൽ തന്നെയാണ് ഏറ്റവും ഇഷ്ടമെന്ന് അറിഞ്ഞ പേളി. ഇല്ല മുതലാളി, ഇനി എന്തു പൊക്കി പറഞ്ഞാലും അവിടെ വന്നാൽ AC വെച്ച കൂട് തരാമെന്ന് പറഞ്ഞാലും കഴിക്കാൻ 3 നേരം KFC ചിക്കൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഇവിടം വിട്ട് വരില്ല മുതലാളി. മരിക്കുന്നെങ്കിൽ എൻ്റെ മക്കളുടെ മടിയിൽ തലവെച്ച് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് മുതലാളി കൂടുതൽ പൊക്കി പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സ് മാറ്റാൻ നോക്കരുത്. നമുക്ക് ഇടയ്ക്കിടെ പറമ്പിൽ വെച്ച് കാണാം. ആ അടുപ്പം ഞാൻ മരിക്കും വരെ കാണിക്കും മുതലാളി. എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ മുതലാളി. നല്ല കമന്റ് അല്ലേ? അടുത്തത് സന്ധ്യ ബിജു. സരിത, നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ ബാക്ക് വശം സീനറി എന്താ ഭംഗി. അമേരിക്കൻ കൺട്രീസിലൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ഒന്ന് നോക്കിക്കേ, എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്ര ഭംഗി. ഭാര്യയോ ഭർത്താവോ ആര് ചെറുപ്പമായിരുന്നാലും അതിൻ്റെ ക്രെഡിറ്റ് പങ്കാളിക്ക് തന്നെയാണ്. മനസ്സ് ഹാപ്പി ആണെങ്കിൽ മുഖത്തറിയാം. വീണ്ടും ഞാൻ പറയുവാണ്, നിങ്ങളിരിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ ഏതോ പാർക്കിൽ ഇരിക്കുവാണെന്നേ തോന്നൂ. അത് അന്ന് ആ ചെടികൾ ട്രിം ചെയ്യാൻ ചേട്ടൻ സമ്മതിച്ചില്ല. ഇപ്പോൾ നോക്ക് അതിൻ്റെ ഭംഗി. ഒരുപാട് ചെടികൾ വേണ്ട, ആ ചെത്തി കണ്ടോ എന്താ ഭംഗി. റെഡ് കൂടി പൂ പിടിച്ചാൽ പാർക്ക് തന്നെ. അന്ന് അത് വെട്ടാൻ ഞാൻ ശ്രമിക്കാത്തതിൽ ഞാൻ നിരുപാധികം മാപ്പ് ചോദിക്കുന്നു. അത് വെട്ടിയതാണ് ഭംഗി എന്നുള്ളത് നമുക്ക് കാലം തെളിയിച്ചു തന്നു. എനിക്ക് നാളും കൂടി വേണ്ടി വന്നില്ല, കുറച്ച് ദിവസം. എന്തൊരു ഭംഗിയാ അവിടെ കാണാനായിട്ട്. അന്നത് ഹൈറ്റിൽ നല്ല ഇതുപോലെ ചുവപ്പ് കളറിൽ നിൽക്കായിരുന്നു, ഹൈറ്റിലേ ആയിരുന്നു എന്ന് മാത്രം. ആ ചേട്ടൻ്റെ വിചാരം എന്താ വെട്ടിക്കളഞ്ഞിനി മൊത്തം പച്ചയിൽ നിൽക്കുന്ന അല്ലേ വിചാരിച്ചു. ഞാൻ പറഞ്ഞു അതിങ്ങനെ പുതിയ ഇളകൾ വരും, പുതിയ കൂമ്പ് വരുമ്പോൾ അതിന് ചുവപ്പ് കളറാവുമല്ലോ. പിന്നെ അത് ഞങ്ങൾ 2-3 ദിവസം മുന്നാന്ന് അത് പറഞ്ഞപ്പോൾ കണ്ട അതിൻ്റെ ഭംഗി. അടുത്ത അശോക് വേൾഡ്. സത്യമായി ഉള്ളത് പറയാലോ, നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ 2 പേരും ചെറുപ്പമാണ്, ഒട്ടും പ്രായം തോന്നില്ല. അജുവേട്ടൻ പറഞ്ഞത് ശരിയാണ്, പരസ്പര സഹകരണ അടിസ്ഥാനത്തിൽ പോകുന്നതിനാൽ 2 പേരും നന്നായിരിക്കുന്നു. അടുത്തത് സിനി ശ്രീ ഈസി കിച്ചൻ. ഇവിടെ ഞാനും ചേട്ടനും പറയുന്നത് അതേപോലെ തന്നെ അവിടെ സരിതേച്ചി ചേട്ടനും. ഇവിടുത്തെ ആൾ എന്തെങ്കിലും തെറ്റി പറഞ്ഞാൽ അതൊന്ന് തിരുത്താൻ പോയി അപ്പം പറയും കാര്യം മനസ്സിലായല്ലോ അത് മതിയെന്ന്. അപ്പം ഞാൻ ഇതേപോലെ തന്നെ പറയും. പിന്നെ എന്തിനാണ് ഓരോന്നിനും ഓരോ വാക്കുന്നത്? ഒരു നിമിഷം ഞാൻ വീട് മാറിപ്പോയോ എന്ന് ഡൗട്ട് അടിച്ചു. ചിലവരൊക്കെ ഫോൺ വിളിക്കുമ്പോഴും പറയാറുണ്ട് നമ്മളുടെ അതേപോലെ തന്നെയാണ് അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇതുപോലെ തന്നെ കറക്റ്റ്. അപ്പം നിങ്ങളുടെ ഓരോ വീഡിയോയും കാണുമ്പോൾ ഞങ്ങളുടെ പോലെ തന്നെ തോന്നുന്നു പറയും. ലൈല ജേക്കബ്. എൻ്റെ പൊന്ന് സരിത, എൻ്റെ പേര് ലൈല എന്നാണ്. സ്കൂളുകാരുടെ ഒരു കാര്യം അവർ ലൈല LAILA എന്ന് എഴുതുന്നതിന് പകരം LILA എന്ന് എഴുതിച്ചു. അപ്പം അത് ലീലാന്നിട്ട് ആയൂല എന്നാൽ ലൈലിയോ ആയില്ല, ലില എന്ന് വായിക്കുള്ളൂ. അതൊന്നും തമ്മിൽ എന്ത് ബന്ധം? ചെകുത്താനും നടുക്കടലും തമ്മിൽ അത് തിരുത്താൻ പോയില്ല. ഇപ്പൊ ഒരു പ്രശ്നമായി മാറി. എന്ത് ചെയ്യാം? ഇനി ഇങ്ങനെ അങ്ങ് പോട്ടെ. അല്ല പിന്നെ തേങ്ങര ഇനിയിപ്പോ എന്റെ പോലെ മറ്റേ ഇതില് ഗസറ്റില് പേര് വിജ്ഞാപനം പേര് ഇത് കൊടുത്തിട്ട് മറ്റേ SSLC ആയപ്പോ മാറ്റായിരുന്നു. SSLC ബുക്കിൽ കൊടുക്കാൻ നമ്മൾ കൊടുക്കില്ലേ, അപ്പൊ കൊടുക്കായിരുന്നു. എനിക്കും എന്റെ പേര് മാറ്റായിരുന്നു. അല്ല SSLC 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പേര് മാറ്റില്ല നീ തന്നെയല്ലേ? അതെ. ചേട്ടൻ അജു എന്ന് മാറ്റി അജിത് കുമാർ എന്തിനാക്കിയേ? പേര് മാറ്റിയാൽ ഇത് തന്നെയല്ല ആള്. ഞാൻ ഒരു പരീക്ഷണം നടത്തിയാണ്. എനിക്ക് വല്ല മാറ്റം സംഭവിക്കണം. പരീക്ഷണത്തിൽ വിജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജുവിന് ശേഷം വന്നിട്ടുള്ള, അതായത് അജു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇപ്പുറം എടുത്തു കഴിഞ്ഞാൽ അജിത് കുമാർ ആ സമയം തൊട്ടിട്ടുള്ള അപ്പുറം ഭയങ്കര വ്യത്യാസമുണ്ട് ജീവിതത്തിൽ. എനിക്ക് പേര് മാറ്റാണ്ട് തന്നെ വ്യത്യാസമായില്ലേ? നീ എന്റെ കൂടെ കല്യാണം കഴിഞ്ഞപ്പോ വ്യത്യാസമായി. ഇപ്പൊ നീ നല്ല ഹാപ്പി ലൈഫ്, ദുരിതപൂർണമായ ലൈഫായി. അതാണോ വ്യത്യാസം? അത് ഇത് മാറ്റി വന്നില്ല ഇപ്പൊ? അതന്നെ, അത് മതിയല്ലോ. ഞാൻ വെറുതെ പറഞ്ഞതാട്ടാ. അപ്പൊ പേര് മാറ്റി ചിലപ്പോ രണ്ടുണ്ടാവും, ഗുണം ഉണ്ടാവാം, ചിലപ്പോ ദോഷം ഉണ്ടാവാം. ചേട്ടനന്ന് മറ്റേ ന്യൂമറോളജിയിൽ പോയിട്ട് പേര്
അങ്ങനെ നോക്കിയിട്ട് മാറ്റിയതാ. അജിത് കുമാർ എസ് എന്നാക്കുമ്പോൾ അയാൾ എന്തൊട്ടേക്ക് കണക്ക് കൂട്ടിയിട്ട് അജിത് കുമാർ എസ് എന്നാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യം വരും. എൻ്റെ പേര് സരിത PK എന്നായിരുന്നു. അത് കല്യാണം കഴിഞ്ഞപ്പോൾ സരിത അജു എന്നാണുള്ള ചേട്ടൻ്റെ പേര്. അപ്പോൾ സരിത അജു എന്നായി. അപ്പോൾ ആൾ പറഞ്ഞു അയ്യോ ഇതിലും വേറെ സരിത PK എന്ന് തന്നെ മതിയായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് നല്ലതാ സരിത അജു എന്നാക്കിയാൽ പൊട്ടയാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചേട്ടാ അജിത് കുമാർ എന്നാക്കിയപ്പോൾ ഞാൻ പിന്നെ സരിത അജിത്താക്കി. അടുത്തത് ഇന്ദിരാ വിജയൻ. പേളിയെ ഇഷ്ടമാണ്, എന്നിട്ടാണ് പ്രസവ സമയത്ത് മൈൻഡില്ലാഞ്ഞത്. ഞങ്ങൾ പ്രേക്ഷകർക്ക് അറിയാം ട്ടോ, ഇങ്ങനെ തള്ളരുത്. അയ്യോ ചേച്ചി ഇതാരാ? ഇന്ദിരാ വിജയൻ. അത് തള്ളാനൊന്നുമില്ല. അത് പേളിയുടെ പ്രസവ സമയത്ത് ഞങ്ങൾ നാടൻ, ചേച്ചിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത കാരണം നാടൻ നായ്ക്കളെ നമ്മൾ പരിപാലിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് നാടൻ നായ്ക്കൾക്ക് അവർക്ക് പ്രസവിക്കേണ്ട സമയം എപ്പോഴാണെന്നും അതിനുള്ള സ്ഥലങ്ങൾ ക്രമീകരിക്കാനും ഒക്കെ അവർക്കറിയാം. അതിനും മനുഷ്യന്മാരും പഠിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വില കൂടിയ നായ്ക്കളെ പരിപാലിക്കുന്ന പോലുള്ള രീതിയല്ല അവറ്റകൾ. അവരുടെ കൃത്യമായി പ്രസവിച്ച് അവറ്റയുടെ കുട്ടികളെ കൃത്യമായി പാലൂട്ടി വളർത്തി അവറ്റയുടെ സാധാരണ നമ്മൾ കണ്ടിട്ടില്ല അവിടെ ഇവിടെ നടക്കുന്നു. നമ്മൾ അങ്ങനെയുള്ള നായ്ക്കളെ നമ്മൾ പുറത്ത് നായ്ക്കളെ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഞാനല്ല നമ്മൾ കേരളത്തിൽ പൊതുവെ കാണപ്പെടുന്ന രീതി ഇതാണ്. ആരും തന്നെ പട്ടികളെ നാടൻ നായ്ക്കളെ വീട്ടിൽ പ്രസവിപ്പിക്കാറുമില്ല, ഒന്നും ചെയ്യല്ലേ. നമ്മുടെ വീട്ടിലാണെങ്കിൽ ബന്ധികരണം നടത്തി അതിനെ സുരക്ഷിതയാക്കും. ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ കാര്യം മനസ്സിലായി എന്ന് തോന്നുന്നു. നമ്മൾ പട്ടി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നിൽ നടക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ ഞങ്ങളുടെ മുന്നത്തെ വീഡിയോകൾ എടുത്ത് നോക്കിക്കോ. നമ്മുടെ എല്ലാ വീഡിയോയിലും ചേട്ടൻ ഇവിടെ മേശിട്ടിട്ട് ഇവിടെ നിന്നിട്ടാണ് വീഡിയോ നമ്മൾ പാചകം ചെയ്യേണ്ടത്. അതിന്റെ പിന്നില് ഈ 4 എണ്ണം ചാർലി അല്ല കാമറി, ലോറ, അംബ്രോസ് ഇങ്ങോട്ട് വരാറില്ല. ടൈസൺ എപ്പോഴും ഉണ്ടാവും ഇവിടെ കിടക്കണ്ടാവും. അവർ 3 പേര്. നമ്മള് അങ്ങനെ പട്ടികളെ സ്നേഹിക്കാത്തവറ്റങ്ങളാണെങ്കിൽ അവറ്റങ്ങൾ ഇവിടെ വന്ന് കിടക്കില്ലല്ലോ. സ്നേഹിക്കുന്നവരുടെ വീട്ടിലാണല്ലോ എപ്പോഴും ഉണ്ടാവാ. സ്നേഹിക്കാത്തവരുടെ വീട്ടിലേക്ക് വരില്ലല്ലോ. പേളി സ്നേഹം തേടി പോയി എന്നാണ് പറയണേ, നമ്മൾ സ്നേഹിക്കാത്ത കാരണം. അപ്പോൾ മുന്നത്തെ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ വിവരമുള്ളവർക്കൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെന്താണ് ഇതിൻ്റെ കളികൾ എന്തൊട്ട് സംഭവം എന്നുള്ളത്. നമ്മളിപ്പോൾ ഇതൊന്നും പട്ടിയുടെ പ്രശ്നത്തിന്റെ പേരിൽ നമ്മൾ വിവാദം ഉണ്ടാക്കാനും പോകണില്ല, തള്ളാനും പോകണില്ല, ഒന്നും പോകണില്ല. എൻ്റെ നായയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞ വാശി പിടിച്ചിട്ട് എന്തൊരു തേങ്ങ കണ്ടിട്ടാണ് നായനെ എനിക്ക് വേണമെങ്കിൽ വർത്താനം പറയാം. പിന്നെ ഇതിൽ പറഞ്ഞ പോലെ ഞാൻ ഈ പേളീനെ എനിക്ക് ഇവിടെ വന്നിട്ടുള്ള എല്ലാ നായ്ക്കളും വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള വേറൊരു കാരണമുണ്ട്. അതിപ്പോ നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാരണം അത് ഞാൻ പിന്നെ പറയാം. അത് എപ്പോഴും പറയാം. പറയേണ്ട ഒരു അവസരം നമുക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്നതായിരിക്കും. നിങ്ങൾ തലതല്ലി ചിരിക്കും ആ കാരണം കേട്ട് കഴിഞ്ഞാൽ. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ കാരണമല്ല കേട്ടോ അത്. അടുത്തത് ശ്രീ ചെറുമുക്കിൽ. എന്നാലും എത്ര വില്ലത്തി നടികൾ ഉണ്ട്. പകരം പാവം സരിതയെ ജോസ് പ്രകാശ് ഉമ്മർ അവരോട് ഉപമിച്ചതിൽ അതിയായ വിഷമം. ഞാൻ പറഞ്ഞു നിന്നെ വില്ലെത്തിയിട്ട് കഴിഞ്ഞ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വില്ലെത്തിയിട്ട് നിന്നെ ഉപമിക്കുന്നു പറഞ്ഞില്ലേ ആളുകൾ. ആണോ? നിനക്ക് ഓർമ്മയില്ലാണ്ടാ? സോറി. സരിതയാണ് ഈ കുടുംബത്തിലത്തെ വില്ലെത്തി. അങ്ങനെ കമന്റ് ആരാണ്ട് ഇട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ പാവമാണ് എന്നുള്ള പറഞ്ഞില്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ വില്ലത്തി ആവാനും യോഗമാണ്. ചില വില്ലന്മാരും വില്ലത്തികളെയും ആരാധിക്കുന്നത് ഇഷ്ടം പോലെ പേരില്ലേ സിനിമകളിലെ. അതിന് ജോസ് പ്രകാശ് ഇവരെയൊക്കെ ആരാധിക്കുന്ന ആളുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കണ്ടിട്ടില്ലേ പലപ്പോഴും തിരശീലയ്ക്ക് മുൻപിൽ നായകനായിട്ട് അഭിനയിക്കുന്നവര് യഥാർത്ഥ ജീവിതത്തിലായിരിക്കും വില്ലന്മാര്. ഇതില് വില്ലനായിട്ട് അഭിനയിക്കുന്ന ഒരു പറയുന്നത് എത്ര പേരെല്ലാവരും പാവാണ്. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ഇതിൽ സ്ക്രീനിൽ കാണുന്ന അഭിനയത്തിൽ നമ്മൾ അതാണ് റിയൽ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അടുത്തത് രമ്യ രതീഷ്. ഹായ്, ഗുഡ് മോർണിംഗ് അജിത ചേച്ചി ജഗു. എനിക്ക് പുതുമയുള്ള വീഡിയോയേക്കാൾ കൂടുതൽ ഇഷ്ടം നിങ്ങളുടെ വീടും പരിസരവും കൃഷിയും അല്ലറ ചില്ലറ കുക്കിങ്ങുമാണ്. അന്നും ഇന്നും ഒരുപോലെ നിൽക്കുന്ന നിങ്ങളെയുമാണ് ഇഷ്ടം. അതിൽ പുതുമ ഒന്നും വേണ്ട. ആ പഴയ അന്നത്തെ പോലെ തന്നെയുള്ള നിങ്ങളുടെ വീഡിയോ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് പുറത്തേക്ക് പോവേണ്ടി വരുന്നു. പുറത്തുനിന്ന് ചിലതൊക്കെ കാണാനായിട്ട് നമുക്ക് ആഗ്രഹം തോന്നുന്നു. അപ്പോൾ നമ്മളത് വീഡിയോ എടുക്കണം, അത്രേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ തന്നെ ഫുൾ ടൈം ഇരിക്കല്ലല്ലോ. നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് പോകണ്ട ഇടയ്ക്ക്. പോകുമ്പോൾ ആ പോയപ്പോൾ കണ്ട കാഴ്ചകൾ നിങ്ങളെയും കൂടി കാണിക്കുന്നു. ഞങ്ങൾ തന്നെ അല്ലേ, നമ്മുടെ വർത്താനവും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ അവതരണ രീതിയും ഒക്കെ പുറത്തേക്ക് പോയാലും അത് തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് കാഴ്ചകളൊക്കെ ഒന്ന് മാറുന്നു മാത്രം. പിന്നെ നമുക്ക് മാറ്റം, നമ്മുടെ സംസാരത്തിൽ മാറ്റമുള്ളതായിട്ട് പണ്ടത്തെ വീഡിയോകൾ എടുത്ത് നോക്കിയേ. ഞാൻ അന്നും ചേട്ടനെ ഇങ്ങനെ ചീത്ത പറഞ്ഞോടുന്നു, കളിയാക്കി ഓടുന്നു, എന്തെങ്കിലും കുറ്റം കണ്ടാൽ ചൂണ്ടി കാണിച്ചു ഓടുന്നു. അതന്നെ ഇപ്പോഴും എനിക്ക് അന്ന് വരണ പോലത്തെ ആ കമൻസ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്.
അതിലൊരു മാറ്റമില്ല. അതിൽ നിനക്ക് അഭിമാനിക്കാൻ വേണ്ടി തന്നെ തീർച്ചയായിട്ടും എനിക്കിങ്ങനെ ആളുകളെ കൊണ്ട് പുകഴ്ത്തൽ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് അഭിനയിച്ച് കാണിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഞാൻ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. അങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റുന്നവർക്ക്. അതല്ല എന്നെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ലേ, ഇഷ്ടപ്പെടണ്ട, നോ പ്രോബ്ലം. അല്ലാണ്ട് ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫേക്ക് ഐഡൻറ്റിറ്റി എന്തൊരു ഗതികേടാന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ സ്വന്തം സ്വഭാവം പൊട്ടയാണ് എന്ന് നമ്മൾ അറിയുമ്പോഴാണല്ലോ നമുക്കത് അഭിനയിച്ച് അതിനെ ഫേക്ക് ഐഡൻറ്റിറ്റിയിൽ നിൽക്കേണ്ടി വരുന്നത്. അത് നമുക്ക് തന്നെ അറിയാം, അയ്യോ എൻ്റെ ഒറിജിനൽ സ്വഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ എന്നെ ആളുകൾ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അഭിനയിച്ച് മയങ്ങി നിൽക്കണം എന്നുള്ളത് നമുക്ക് സ്വന്തം നമ്മുടെ സ്വന്തം ക്യാരക്ടർ മോശമാകുമ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടി വരാം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എൻ്റെ ക്യാരക്ടർ മോശമാണെന്ന്. അതുകൊണ്ട് ഞാൻ അതേ ക്യാരക്ടറിൽ തന്നെ നിൽക്കുന്നു. അതെന്താണോ എനിക്ക് തോന്നണേ അത് ഞാൻ പറയുന്നു. അത് അത്രമാത്രം. അതിൽ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും. അതെല്ലാതും തികഞ്ഞ ഏത് മനുഷ്യന്മാരുള്ള എവിടെ വരയ്ക്കൊക്കെ പോയില്ലേ സംസാരിച്ച്. അപ്പം ഞാൻ ഇങ്ങനെ തന്നെയായിട്ട് നിൽക്കുന്നു. ഇത് ഇങ്ങനെ തന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. അത് മതി എനിക്ക്. ഇഷ്ടപ്പെടാത്തവരെ കൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുത്തിപ്പിക്കാനും ഞാൻ വരുന്നില്ല. അടുത്തത് സുഹറ ACS. ഞാൻ ഇനി മിണ്ടില്ല. എൻ്റെ കമൻറ്റ് ഇന്നും വായിച്ചില്ല. പിന്നെ നിങ്ങളോട് പിണങ്ങാൻ പറ്റില്ല. ഞാൻ കാണുന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ വീഡിയോ ആണ്. ജോലിയെല്ലാം തീർന്ന് മൊബൈലും കൊണ്ട് കിടക്കുമ്പോൾ ആദ്യം കാണുന്നത് നിങ്ങളുടെ വീഡിയോ ആണ്. എപ്പോഴെങ്കിലും ഈ പാവത്തിനെയും പരിഗണിക്കും. അതുവരെ കാത്തിരിക്കാം. അടുത്തത് സതീശൻ TP. പേളിയെയാണ് ഇഷ്ടം. കാരണം അവൾ 7 മക്കളെ ഷാജന്റെ പറമ്പിൽ പ്രസവിച്ചു. അവർ പെടാപാട് അനുഭവിക്കുന്നു. അജുവിന്റെ പറമ്പിലായിരുന്നെങ്കിൽ ഒരിക്കലും ഷാജന്റെ പറമ്പിലല്ല, അല്ലഞ്ചേട്ടന്റെ അവിടെയാണ് അവള് സ്ഥലം റെഡിയാക്കിയത്. പക്ഷെ പിന്നെ അവള് വന്ന് പോയിട്ട് പണിസ്ഥലത്ത് പ്രസവിച്ചു. ഞാനാണ് നോക്കുന്നുണ്ടെങ്കിലേ അതിനെ പ്രസവിപ്പിക്കാൻ തന്നെ ഞാൻ അനുവദിക്കില്ല. അതിനെ വന്ധ്യംകരണം ചെയ്തിട്ടുണ്ടാവും. അത് ഉറപ്പാണ്, അത് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെയൊക്കെ സംഭവിച്ചു, എന്തെങ്കിലും ആവട്ടെ, പ്രസവിച്ചു എന്ന് തന്നെ വിചാരിക്കൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഇത്രണ്ണത്തിന് ഇവിടെ വെക്കില്ല. ഇത് അപകടമാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണിത്. നമുക്കിവിടെ മാക്സിമം, ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ഒരു പട്ടിയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറേ വീടുകളായപ്പോഴാണ് ചേട്ടൻ പിന്നെ 4 എണ്ണത്തിനൊക്കെ എടുത്തോണ്ടിരാൻ തുടങ്ങി. കാരണം 6 വീടുകളുണ്ടല്ലോ, അപ്പോൾ ഒരെണ്ണം പോരാ, എല്ലാ വീടുകളും നോക്കാൻ ഒരെണ്ണം പോരാ. എന്നിട്ട് 4 എണ്ണം മാക്സിമം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴാണ് ഇങ്ങനെ ഈ 12 എണ്ണം ഉണ്ട് ഇപ്പോൾ ഇവിടെ, ഈ പേളിയുടെ മക്കളൊക്കെ അടക്കം. അപ്പോൾ നമ്മളായിരുന്നെങ്കിൽ അവറ്റങ്ങളെ കുഞ്ഞിതിൽ തന്നെ അവറ്റങ്ങൾ വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞ് ചാനൽ തന്നെ പറയും, നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പറയാന്നിട്ട് നമ്മൾ കൊടുക്കും. ഇത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് 10-13 കൊല്ലം പ്രായം വരുന്ന കാലഘട്ടം വരെ നമുക്ക് 1-2 ദിവസം കൊണ്ട് തീരണ ബുദ്ധിമുട്ടല്ല ഇത്. 10-12 കൊല്ലം ഇതിനെ നമ്മൾ നോക്കണം. നമുക്ക് ഒരു സ്ഥലത്തേയും പോകാനും പറ്റില്ല. അപ്പം ഞങ്ങൾക്കിപ്പോൾ പോകാൻ സുഖം, അവർ 2 പേരുള്ളൂ. നമുക്ക് അല്ലൻ ചേട്ടനെ ഏൽപ്പിച്ച് പോവാം. അല്ലൻ ചേട്ടൻ വൈകുന്നേരം ആകുമ്പോൾ ചോറ് കൊടുത്തോളും. മീനുകൾക്കും കോഴികൾക്കൊക്കെ തീറ്റിട്ട് കൊടുക്കല അല്ലൻ ചേട്ടൻ ചെയ്തോളും. നമ്മുടെ വീട്ടിൽ പ്രസവിച്ചേട്ടനാണെങ്കിൽ ഞങ്ങൾക്ക് എവിടെ നോക്കാൻ പറ്റും. മാത്രല്ല ഇവറ്റങ്ങളുടെ കാട്ടമൂത്രത്തിന്റെ സ്മെല്ലും കാര്യങ്ങളും. ചെറിയേട്ടനൊക്കെയാണ് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട്. ഓരോ കാറ്റ് അവിടെ നിന്ന് വരുമ്പോ നല്ല ബുദ്ധിമുട്ടാന്ന് പറയുന്നുണ്ട് ചെറിയേട്ടൻ. മണം വന്നിട്ട് അവരുടെ പറമ്പിൽ അല്ലാട്ട പ്രസവിച്ചത്, അവരായിട്ട് കൊണ്ടുപോയി തലയിൽ വെച്ചതാണ്. പിന്നെ അവരെന്നെ ചെയ്തോളും, അതിനെ കൈകാര്യം ചെയ്തോളും. അടുത്തത് സവായി. നിങ്ങൾ 2 പേരും കൂടി എന്നെ സന്തോഷിപ്പിച്ച് കൊല്ലും. എൻ്റെ കമൻറ്റ് വീണ്ടും വായിച്ച് കേട്ടതിൽ വളരെയധികം സന്തോഷം. പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേരുന്നു. പിന്നെ വള്ളിച്ചീരയ്ക്ക് എല്ലാ അനുമോദനങ്ങളും ആശംസകളും നേരുന്നു. വള്ളിച്ചീരേ, നിന്റെ കീർത്തി ഈ ലോകം മുഴുവൻ അറിയിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ. അപ്പോൾ ചുണ്ടങ്ങ സൈഡിൽ നിന്നുകൊണ്ട് വള്ളിച്ചീരയോട്, ഇനി കുറച്ചു കാലം നീ അനുഭവിക്കുക. എന്നെ വെച്ച് കുറേ പരീക്ഷണമൊക്കെ നടത്തിയതാ. വെയിലത്ത് ഒരുത്ത് തീയിൽ വാടോ എന്നറിയാൻ വേണ്ടി എന്നെ തീ വരെ ഇട്ട് നോക്കി ഇവരെ. പിന്നെ മാവിൽ മുക്കി പൊരിച്ചു നോക്കി. അങ്ങനെ എത്ര മനോഹരമായ ആചാരങ്ങൾ. ഒരിക്കലും ചുണ്ടങ്ങ തോൽക്കില്ല. അടുത്തത് ഷാ ആൻ. സരിത വില്ലത്തിയല്ല, ഇന്നസെന്റ് നേരെ വാ നേരെ പോ മെന്റാലിറ്റി ആയതുകൊണ്ട് കുറച്ച് കള്ളം ഉള്ളിൽ കാണിക്കുന്നവർക്ക് വില്ലത്തിയായിട്ട് തോന്നുന്നതാവും. സരിക്കുട്ടി ഡോൺ വറി. അതന്നെ. ഡാലിയ സാബു. അല്ലി ചേച്ചിയുടെ ഉള്ളിച്ചിക്കൻ ഞാൻ വെച്ച് നോക്കിയിരുന്നു, അടിപൊളിയാണ്. ഇത് 2 വിഭവങ്ങളും ഉണ്ടാക്കാനുള്ള സാധനങ്ങളും കയ്യിലുണ്ട്. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. സരിത സൂപ്പർ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒന്നും നോക്കാനില്ല. അതെന്തുട്ടാന്നറിയോ, നമ്മുടെ കോളിഫ്ലവറും പച്ചടിയും ചെയ്യുന്നത് എല്ലാ പാചകങ്ങളും സൂപ്പർ തന്നെയാണ്. ഒരു സംശയം വേണ്ട, ആർക്കും സിമ്പിളായിട്ട് ചെയ്യൽ കഴിഞ്ഞ് നോക്കി നിൽക്കല്ലേ. അടുത്തത് മിനി മാനുവൽ. ഹായ് അജു, സരിത. എനിക്ക് നിങ്ങൾ എവിടെ പോയിട്ട് വീഡിയോ ചെയ്താലും നിങ്ങളുടെ വീടും കൃഷിയും സംസാരം ഒക്കെ തന്നെയാണ് ഇഷ്ടം. അല്ലിയുടെ പാചകം ഇഷ്ടമായി. ഒത്തിരി ഐറ്റംസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികൾ കാണുമ്പോൾ തന്നെ അറിയാൻ രുചിയുണ്ടെന്ന്. അല്ലിയുടെ ഇനിയും ഇങ്ങനെയുള്ള റെസിപ്പികൾ ചെയ്യണേ സരിത.
തീർച്ചയായും. അടുത്തത് ദേവി നാരായണൻ. ഹായ് അജു, സരിത, ജഗ്ഗുമോ, നമസ്കാരം. സരിത കന്യാസ്ത്രീ വേഷത്തിൽ എന്തൊരു രസമാണ്. നിങ്ങൾ ചെയ്യുന്ന നാടകം നേരിൽ കാണാൻ ആഗ്രഹമുണ്ട്. ജയന്തി ചേച്ചിയെ കണ്ടതിൽ സന്തോഷം. അജുവും അണ്ണനും കൂടിയുള്ള സംഭാഷണം സൂപ്പർ. അജുവിൻ്റെ തമിഴ് കേട്ടിട്ട് ചിരിച്ച് ചിരിച്ച് മതിയായി. അജു തമിഴ് പറയുന്നതിനേക്കാൾ നന്നായിട്ട് അണ്ണൻ മലയാളം പറയുന്നുണ്ട്. നല്ല രസകരമായ വീഡിയോ. സമയം പോയതേ അറിഞ്ഞില്ല. ഓക്കെ ഡിയേഴ്സ്, ലവ് യു ഓൾ, ഗോഡ് ബ്ലസ് യു ഓൾ. ആ വീഡിയോയിലത്തെ ഒരുവിധം കമൻസൊക്കെ അങ്ങനെയാണ്. ഒന്നാമത്തെ കമൻറ്റ് കന്യാസ്ത്രീ വേഷം എനിക്ക് നന്നായി ചേരുന്നുണ്ട്. രണ്ടാമത്തെ ചേട്ടൻ്റെ തമിഴ്. ഇതാണ് അതിലത്തെ കമൻസ്. ഞാൻ തന്നെ അടുത്ത് നിന്നിട്ട് എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് കേട്ടിട്ട്. അപ്പോൾ പിന്നെ അതാണ് വീഡിയോയിൽ കേൾക്കുമ്പോൾ, വീഡിയോ കണ്ടിട്ട് ഞാൻ കുറേ ചിരിച്ചു. കുറച്ച് കാര്യം അവിടെ ചെന്നിട്ട് പറഞ്ഞില്ലേ, ഈ പിക്കാസ് എടുത്ത് കളിച്ചാൽ അണ്ണന് ലോൺ അടയ്ക്കാൻ മാട്ടെ എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊന്നും ഞാൻ അപ്പം കേട്ടിട്ടുണ്ടായിരുന്നില്ല ശരിക്കും. എന്നിട്ടാണ് അവിടെ പറഞ്ഞോടനെന്നുള്ളത്. പിന്നെ അത് വീഡിയോയിലാണ് ഞാൻ കേട്ടെ. അടുത്തത് മായാദേവി. സരിത സിസ്റ്റർ പോലെ ഇനിയും അഭിനയിക്കണം കേട്ടോ. ഒറിജിനൽ ഫീലിംഗ് ആയിരുന്നു ഭാവകങ്ങൾ. ഐ ലവ് യു സരിത മോളെ. താങ്ക് യു ചേച്ചി. അതിന്റെ ഷോർട്ട് ഫിലിം 2-ാം തീയതി അവര് ഇറക്കും. അപ്പോൾ സരിതയുടെ അഭിനയം കാണാൻ നിനക്ക്. അതെ, ലിങ്ക് ഇട്ട് തരാം കേട്ടോ. ഒക്ടോബർ 2-ാം തീയതിയാണ് അത്. അതിന്റെ ഡബിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. കണ്ണിലെ ഒരു കരട് പോയി. അടുത്ത ഷാൻ. ബഹുത്ത് ഫേമസ് അജുവേ. ഞങ്ങളും സരിതയ്ക്കൊപ്പം ചിരിച്ചു മരിച്ചു. താങ്ക് യു ഡിയേഴ്സ്. ഞാൻ രാത്രി 12 മണിക്ക് ഇരുന്ന് തനിയെ ചിരിച്ചതിന് ഹസ്സിൻ്റെ വഴക്ക് കിട്ടി. എന്നാലും തമിഴ് കേട്ട സന്തോഷം ഓവർലോഡഡ്. കന്യക അല്ലെങ്കിൽ സിസ്റ്റർ സരു നല്ല ഓമനത്തും തുളുമ്പുന്ന സിസ്റ്റർ. അജുവിന് സിസ്റ്ററിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ലയോ അജുവേ? എല്ലാവർക്കും ചിരിക്കാനൊരു വകുപ്പുണ്ടായി ആ വീഡിയോ. അടുത്തത് അനിത കെ. സരിതയ്ക്ക് ഈ വേഷം നന്നായി ചേരുന്നു. മികച്ച അഭിനയത്തിലൂടെ ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ. അജുവിൻ്റെ തമിഴ് നല്ല രസമുണ്ട് കേൾക്കാൻ. അടുത്തത് വാലി ലൈഫ്. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. ഭക്ഷണം കഴിച്ചുകൊണ്ടും വെള്ളം കുടിച്ചുകൊണ്ടും ഈ വീഡിയോ കാണുന്നത് ആരോഗ്യത്തിന് ഹാനികരം. നമ്മുടെ ഈ തമിഴ് പറഞ്ഞ വീഡിയോ ചിലപ്പോൾ ചിരിച്ചിട്ട് ശിരസിയെ പോയിട്ട് അപകടം ഉണ്ടാവും. അതാണ് അങ്ങനെ പറഞ്ഞത്. അടുത്ത അനിതാ പ്രവീൺ. എൻ്റെ ചേട്ടനെ സമ്മതിച്ചിരിക്കുന്നു. തമിഴ് പറയുന്നത് കേട്ട് ചിരിച്ച് വയറ് വേദനിക്കാൻ തുടങ്ങിയിട്ടോ, മടുത്തു. സന്തോഷം. അടുത്തത് സോണി ജി. ആളെ കുറേ നാളായിട്ട് കാണാണ്ടായിരുന്നില്ല. സിസ്റ്റർ സരിത ലവ് യു സോ മച്ച്, സോ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ, ഐ എം ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് സതീഷ് പി. സരിത ലാഫ്ഡ് സോ മച്ച് ദാറ്റ് വി ഓൾസോ വെർ ലാഫിങ്. അജു ഇസ് എ തമിഴ് സ്കോളർ. തമിഴ് പണ്ഡിതനാന്ന് ചേട്ടൻ. അടുത്തത് ബിന്ദു ധനജൻ. ഒളരിയിൽ വരുന്ന അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അവിടെ വന്ന് നിങ്ങളെ കാണുമായിരുന്നു. കഷ്ടമായി പോയി. അണ്ണനും അജുവും തമ്മിലുള്ള സംസാരം ചിരിച്ചു ചത്തു. ക്യാമറ കണ്ടാൽ അണ്ണന് പിന്നെ ചുറ്റുമുള്ള ഒന്നും ഓർമ്മയുണ്ടാവില്ല. ചെറിയേട്ടൻ്റെ അടുത്ത് പണിക്ക് വന്നതാണെന്ന് പോലും ആള് മറന്നുപോയിന്ന്. ശരി, ആള് മറന്ന ആള് ഇവിടെ തന്നെ നിൽപ്പായി. ഇവിടെ ഓരോന്നും ചെയ്തിട്ട്. ബിന്ദു ധനജന്റെ വീട് ഒളരിയിലാണല്ലേ. അടുത്ത് നെവിൻ ഫെർണാണ്ടസ്. നണ്ണിൻ്റെ വേഷത്തിലേക്കുള്ള സരിതയുടെ പരകായ പ്രവേശം ഞെട്ടിച്ചു. സൂപ്പറായിട്ട് ചേരുന്നുണ്ട് കേട്ടാ. ഇനി പോലീസ് വേഷം കൂടി ഉടനെ ചെയ്യാൻ കഴിയട്ടെ. പോലീസ് സ്റ്റേഷൻ ചെയ്യണമെങ്കിലേ എൻ്റെ അളവിന് യൂണിഫോം ഞാൻ തന്നെ തയ്പ്പിക്കേണ്ടി വരും. യൂണിഫോം തയ്പ്പിക്കണമെങ്കിൽ 10,000 രൂപ ചെലവ് വരും. അപ്പൊ അത് വേണ്ട. തൽക്കാലം ആഗ്രഹം 4 മടക്കി ഞാൻ അവിടെ എടുത്തു. കന്യാസ്ത്രീകളുടെ വേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡ്രസ്സ് കിട്ടാണ്ട് പിന്നെ ഇടാൻ പറ്റും. അത് ഭയങ്കര ലൂസല്ലേ. ഞാൻ ആ ഡ്രസ്സ് ഇടണേലും പിന്നെ ഗൗണൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇതിൻ്റെ ഉള്ളിൽ എനിക്കും 4-5 പേർക്ക് നിൽക്കാനുള്ള സ്ഥലമുണ്ട്. ഇതെങ്ങനെയാന്ന്. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞ് പിന്നെ മേലത്തെ സാധനം ഇട്ട് അരയിലൊരു കെട്ടും. നല്ല അനുയോജ്യമായിരുന്നു. നല്ല രസം, നല്ല കാണാനായിട്ടേ ശരിക്കും നല്ല ഇവരെ കണ്ടു കഴിഞ്ഞാൽ കന്യാസ്ത്രീയുടെ പോലെ തന്നെ തോന്നും. ഞങ്ങൾ 2 പേര് ക്രിസ്തീനയും ഒരു കോൺസ്റ്റബിൾ വേഷവും ഒരു SI വേഷവും എത്രയും വേഗം കിട്ടട്ടെ. അജുചേട്ടൻ തമിഴും കൂടി കൈയടക്കാനുള്ള ശ്രമത്തിലാണോ? അണ്ണനോടൊപ്പമുള്ള പാട്ടും ചെള്ളേക്കുത്തും ചിരിപ്പിച്ചു. പാവം തമിഴ് പച്ചക്കറി ഇടയ്ക്കിടയ്ക്ക് പറിച്ചു നടന്ന പോലെ ഇനി തമിഴിനെയും ഒന്ന് പറിച്ചു മാറ്റി പരിഷ്കരിക്കണം ചേട്ടാ. തമിഴിനെയും തമിഴനെ അല്ലാട്ടാ, തമിഴിനെയും ഒന്ന് പറിച്ചു മാറ്റി പരിഷ്കരിക്കണം ചേട്ടാ. അയ്യോ അത് പറ്റില്ല. തമിഴാണ് ഇന്ത്യയിലത്തെ ഏറ്റവും പഴക്കമുള്ള ഭാഷ എന്ന് തോന്നുന്നുണ്ടല്ലേ. ഏറ്റവും പഴക്കമുള്ള ഭാഷ ഇന്ത്യയിലത്തെ തമിഴല്ല. 10,000-8,000 കൊല്ലം 10,000 കൊല്ലം 2 കൊല്ലം പഴക്കമുണ്ട്. ഏറ്റവും പഴക്കമുള്ള ഭാഷ തമിഴ് അല്ല. ആ ഭാഷ ഞാനെങ്ങനെ പരിഷ്കരിക്കുക? ചേട്ടൻ പരിഷ്കരിക്കാൻ, ഭാഷേനെ പരിഷ്കരിക്കാനല്ല. ചേട്ടൻ മര്യാദയ്ക്ക് സംസാരിക്കാൻ തമിഴ് പഠിച്ച്. അടുത്തത് ലേലി ബേസിൽ. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. അതിന് തമിഴ് കേട്ട് ചിരിച്ച് വയ്യ. ശരിക്കും മലയാളം പറയാൻ തന്നെ പാടാണ്. അതിനിടയിലാണ് തമിഴ്. വേണ്ട, അണ്ണൻ നന്നായി മലയാളം മനസ്സിലാവും. പിന്നെ തമാശയ്ക്കാണെങ്കിൽ കൊള്ളാം. അടുത്ത് ഫ്രാങ്കോ അക്കര. ഇവിടെ അടുത്തുള്ള ഫ്രാങ്കോ ഏട്ടനാട്ടാ.
ഈ വേഷം സരിതയ്ക്ക് നന്നായി ചേരും, കല്യാണത്തിന് മുന്നേ തോന്നാതിരുന്നു ഞങ്ങളുടെ ഭാഗ്യം. അടുത്ത് പ്രിയ ജോഷി, സിസ്റ്ററിൻ്റെ വേഷം നന്നായിട്ടുണ്ട് സരിത, പ്രത്യേകയുടെ ഒരു തിരി, നിങ്ങളുടെ ലൈഫ് കണ്ടിട്ട് ഞാനും കൊളുത്തി വെച്ചിട്ടുണ്ട് എൻ്റെ ഹൃദയത്തിലും, എല്ലാം ശരിയാവും അല്ലേ, ഇന്നലെകളിലെ നിങ്ങളുടെ ലൈഫ് ഇന്ന് എൻ്റെ. എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും. അതായതേ നമ്മൾക്ക് നമ്മുടെ ലൈഫിൻ്റെ നമ്മൾ ജീവിതത്തിലേക്ക് കടക്കണ സമയങ്ങളിലാണ് തന്നെ നമുക്ക് പ്രശ്നങ്ങൾ വരാണ് എന്ന് വിചാരിക്കും. ഇപ്പം ഞങ്ങളുടെ അനുഭവം വെച്ച് പറയാൻ കേട്ടോ. അപ്പം ഇങ്ങനെ ആദ്യം കല്യാണം കഴിഞ്ഞിട്ടുള്ള കുറച്ച് ജീവിതം ഒരു സ്വപ്നലോകം പോലെയായിരുന്നു എനിക്ക്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാനിങ്ങനെ ചിന്തിക്കും, നമ്മൾ കല്യാണപ്രായമൊക്കെ ആവാൻ തുടങ്ങിയ സമയത്ത് ഒരു 19-20 വയസ്സ് അങ്ങനെയൊക്കെ അതായിരുന്നല്ലോ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലത്തെ കല്യാണപ്രായം. അപ്പോൾ അതാവാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ പരിചയത്തിൽ കല്യാണം കഴിഞ്ഞവരെയൊക്കെ കാണുമ്പോൾ ആദ്യം ഞാൻ ചോദിക്കണ ഒരു ചോദ്യം ഇതാ എല്ലാവരോടും, ലൈഫ് ബിഫോർ മാരേജ് ആണോ ആഫ്റ്റർ മാരേജ് ആണോ നല്ലത്? എല്ലാവരും പറയും ബിഫോർ മാരേജ്. കല്യാണം കഴിക്കണ്ടായിരുന്നു, കല്യാണം കഴിക്കണതിന് മുന്നുള്ള ലൈഫ് അയ്യോ എന്തൊരു രസമായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് എല്ലാവരും ഇങ്ങനെയാണ് പറയണേ. അപ്പോൾ എനിക്ക് പേടിയാവാൻ തുടങ്ങിയിട്ടാ, ഇതെന്താണ് അവർ കല്യാണം കഴിഞ്ഞ് ഇത്രമാത്രം പ്രശ്നങ്ങൾ എന്തുട്ടായിരിക്കും എന്നൊക്കെ. നമ്മൾ ഈ സിനിമയിലത്തെ കല്യാണം കഴിഞ്ഞിട്ടുള്ള അങ്ങനത്തെ കാണാൻ ഭയങ്കര രസമല്ലേ? സിനിമയിലത്തെ ഭർത്താവ് ജോലിക്ക് പോകുമ്പോ ഭാര്യ ജോലിക്കാരുണ്ടാവും, പ്രത്യേകം പിന്നെ ആ അടുക്കളയിൽ പണിയെടുക്കും, ഭർത്താവ് പിന്നിക്കൂടെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, എടുത്തു പൊക്കുന്നു, ഗർഭിണിയാണെന്ന് പറയുമ്പോൾ എടുത്തു പൊക്കുന്നു, പിന്നെ ഇവർ കറങ്ങാൻ പോകണം, ഇങ്ങനെയൊക്കെ നല്ല കളർഫുൾ ലൈഫ്. അപ്പോൾ നമ്മൾ ഇത് നോക്കുമ്പോൾ ഇത് എന്തായിരിക്കും എനിക്ക് വരാൻ പോണ പ്രശ്നം? കല്യാണം കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവുന്ന ഉറപ്പാണ്. അപ്പോൾ എനിക്ക് എന്തായിരിക്കും വരെ ഇതിങ്ങനെ ചിന്തിക്കും ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടനായിട്ട് കല്യാണം ഉറപ്പിച്ചു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം അപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, കല്യാണം ഉറപ്പിച്ചപ്പോഴും എനിക്ക് എന്ത് പ്രശ്നമായിരിക്കും വരാൻ പോണേ. സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവില്ല, കാരണം ഇവർ കിലോ കണക്കിന് സ്വർണ്ണമിട്ട് അമ്മാനമാടുന്നവരാണല്ലോ. അങ്ങനെയാണ് ഇവിടേക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഭയങ്കര സ്നേഹമുള്ള വീട്ടുകാർ, കുടുംബം, അമ്മേനെ കുറിച്ചിട്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലതുകൾ മാത്രമേ കേൾക്കുള്ളൂ. എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് എല്ലാവരും വന്ന് കണ്ടപ്പോഴും ചേച്ചിമാരും കുട്ടികളും ചേട്ടന്മാരും എല്ലാവരും ഭയങ്കര കമ്പനി. ഇങ്ങനെ എന്താ പറയാ, ഇവരുടെ ചേട്ടന്മാരൊക്കെ ആയിട്ടൊരു എടാപോട ബന്ധമായിരുന്നു എനിക്ക്. ഇവര് അനിയന്റെ ഭാര്യ എന്നുള്ള പോലെയല്ല എന്നെ ഈ ചേട്ടന്മാരായാലും സജീവനായാലും ഒന്നും കണ്ടിട്ടുള്ള ഒരു തല്ലുകൂടി ഇങ്ങനെ നിൽക്കണ ഒരു ഫ്രണ്ട് പോലെയായിരുന്നു ഞാൻ. എന്തും പറയാം, തിരിച്ച് എൻ്റെ അതേപോലെ തന്നെ റിപ്ലൈയും കിട്ടും. അങ്ങനെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ നമ്മൾ സംസാരിച്ച് ഭയങ്കര രസകരമായൊരു സമയമായിരുന്നു. ഒരു 1.5 വർഷത്തോളം അത് തന്നെ ഉണ്ടായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ, അയ്യോ എന്തൊരു സുഖ ജീവിതം. അപ്പം ഞാൻ ഇന്നാൾ സീമ ചേച്ചി എന്നോട് പറയാം, നീ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഓർമ്മയുണ്ട്, ഈ കല്യാണം കഴിഞ്ഞപ്പോൾ കുറേ കൂടി ഇത്രയ്ക്ക് സുഖമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി മുന്നേ കല്യാണം കഴിച്ചത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ എനിക്ക് ഓർമ്മയില്ലത്. ചേച്ചി എന്നോട് ഇന്നാൾ പറയാം, ഞാൻ ചേച്ചിയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനത്തെ ഒരു ഭയങ്കര രസമായിട്ടുള്ള ജീവിതമായിരുന്നു. പിന്നെ ഒരെണ്ണം വരാൻ തുടങ്ങി, പിന്നാലെ എന്തൊരു പറയാ പടപടപടപടാന്നെ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. അല്ല, ആദ്യം കുട്ടികൾ ഉണ്ടാവാത്ത അതുമെന്നാ തുടങ്ങി വെച്ചേ. സാധാരണ പോലെ നമുക്ക് മക്കളുണ്ടായെങ്കിൽ ഒന്നും ഉണ്ടാവില്ലേ? അതെ, കുഴപ്പമുണ്ടാവുന്ന ചെയ്യേ വീഡിയോയിൽ കാണുമ്പോൾ അത് സാറില്ല. ആരോട് അപ്പം അങ്ങനെ എന്തിട്ടുണ്ടായേ. അപ്പം ഞാൻ പ്രിയയുടെ അടുത്ത് പറഞ്ഞു തരുന്ന കാര്യം എന്താ വെച്ചാൽ, അപ്പം ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു കാലഘട്ടം ആണല്ലോ, ഒരു യൗവന കാലഘട്ടം. അതിലിങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മളിപ്പോൾ ഒരു മധ്യവയസ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് തൈക്കിളവി ആയി ഞാനിപ്പോൾ. അങ്ങനെ മധ്യവയസ്സിലേക്ക് ആയപ്പോഴാണ് നമുക്ക് ജീവിതത്തിലൊരു സമാധാനം സന്തോഷമൊക്കെ വരാൻ തുടങ്ങി. നമ്മുടെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് തീർന്നു. അതാണ് നല്ലത്. അതേസമയം നമ്മൾ ജീവിതം തുടങ്ങുമ്പോഴേ തന്നെ നമുക്ക് ഭയങ്കര ഹൈ ലെവലിൽ നമ്മൾ പോയി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു, ശുക്രൻ വരാന്നൊക്കെ പറയില്ല, അതുപോലെ തൊട്ടതെല്ലാം പൊന്ന്, എന്ത് ബിസിനസ് ചെയ്താലും വിജയിക്കുന്നു, ഇഷ്ടംപോലെ പൈസ, ഇഷ്ടംപോലെ ജീവിതം, വലിയ വീട്, കാറ്, ആഡംബര ജീവിതം, ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും അത് ലാസ്റ്റ് ചെയ്യില്ല. ഒരു ഘട്ടം വരുമ്പോൾ നമുക്ക് സാമ്പത്തിക പ്രശ്നം വരില്ലായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തികം വരാം. അതിപ്പോൾ ഇത് കോടികളുടെ സ്വത്തും പോവാൻ അധികം സമയമൊന്നും വേണ്ട, അതുപോലെ തീരില്ലാത്തോടത്തുനിന്ന് കയറി വരാനും അധികം സമയം വേണ്ട. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടാവാം. അതല്ലാണ്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോണ്ടല്ലോ ഇങ്ങനെയുള്ളവർക്ക് താങ്ങാൻ പറ്റില്ല. കാരണം ഇവർ ഒരു പ്രശ്നങ്ങളും അതിജീവിക്കാണ്ടാണ് ജീവിച്ചു വന്നത്.
ഇവർ ലൈഫിൽ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടി വന്നിട്ട് പെട്ടെന്ന് ഇവർക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇല്ലേ ഇവർ വേഗം പോയിട്ട് ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഇവർ ഡിപ്രഷനിൽ പോവും, വേറെ പ്രശ്നങ്ങൾ വരും ഇവർക്ക്. അങ്ങനെയാണ് നമ്മൾക്കാവുമ്പോഴോ നമ്മൾ കഷ്ടപ്പാടിന്ന് വന്ന കാരണം നമുക്ക് കുഞ്ഞു കുഞ്ഞു നേട്ടങ്ങൾ പോലും നമുക്കതിൽ സന്തോഷം കണ്ടെത്താനും പറ്റും, നമ്മുടെ ജീവിതം നന്നാവും ചെയ്യും. പിന്നെ നമ്മൾ ഒരു മോശം അവസ്ഥയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റും നോക്കുന്നവർ നമുക്കൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നതായിട്ടാണ് കാണാം. എനിക്ക് മാത്രമല്ല ഈ പ്രശ്നം, നമ്മളെ എല്ലാവരും നോക്കുമ്പോൾ ബാക്കി എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം. അങ്ങനെ നോക്കിയിട്ട് ആ നന്നായിട്ട് ജീവിക്കുന്നവരോട് ഒരു അസൂയോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും തോന്നിയാൽ തീർന്നു കേട്ടാ. അങ്ങനെ നമുക്ക് തോന്നരുത്. അവർക്ക് നമ്മളോ ഇങ്ങനെ ബാക്കിയുള്ളവരെങ്കിലും നന്നായി ജീവിക്കട്ടെ അങ്ങനെ വിചാരിച്ചാൽ അവർ അത് വിടാം. അപ്പോൾ നമുക്കൊരു നല്ല സമയം വരും, തീർച്ചയായിട്ടും വരും. പിന്നെ മറ്റുള്ളവർ നന്നായി ജീവിക്കുന്നവരെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാലത്തും മനസ്സമാധാനം കിട്ടില്ല. നമുക്ക് എത്രയ്ക്ക് കിട്ടിയാലും നമ്മൾ വീണ്ടും അതിനേക്കാളും മേലെ നന്നായി ജീവിക്കുന്നവരെ പിന്നെയും നോക്കണേ. അപ്പോൾ നമുക്ക് ഒരു കാലത്ത് സംതൃപ്തി ഉണ്ടാവില്ല നമ്മുടെ ലൈഫിൽ. ഭയങ്കര ഉപദേശമായി. അപ്പോൾ ഇന്നലകളിലെ നിങ്ങളുടെ ലൈഫ് ഇന്ന് എൻ്റെ, അപ്പോൾ നാളെ ആകുമ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈഫ് നിങ്ങൾക്ക് വന്നോളൂ, ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. ഷിജി പുന്നോക്കിൽ, സരിത ചേച്ചി കന്യാസ്ത്രീ വേഷം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അജുചേട്ടൻ്റെ തമിഴ് കേട്ട് ചിരിച്ച് വയ്യാണ്ടായി. അണ്ണൻ തമിഴ് വിട്ട് മലയാളം ഇംഗ്ലീഷൊക്കെ പറയാൻ തുടങ്ങി. അജുചേട്ടൻ ഹിന്ദിയും തമിഴും. നല്ല രസമായിരുന്നത് വീഡിയോ. ഇവരുടെ വർത്തമാനം കേട്ട് സരിത ചേച്ചി നിതിനും ചിരിയോ ചിരി. നിതിനൊന്നും ചിരിച്ചിട്ടില്ല. നിതിനാണോ അത് ജഗ്ഗോ വീഡിയോ എടുത്ത് തുടങ്ങുന്നത്? ചിരിയോ ചിരി. അണ്ണൻ അജുചേട്ടൻ കോംബോ ഞങ്ങൾ പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിക്കുന്നു. ഒത്തിരി ഇഷ്ടം. ലവ് യു ഡിയേഴ്സ്. അതേസമയം മറ്റേ പാണ്ഡ്യണ്ണനാണെങ്കിൽ ഇങ്ങനെ വർത്താനം പറയാൻ ആള് പണിയിലായിരിക്കും ഫുൾ ടൈം ശ്രദ്ധ. അടുത്തത് മീന ശ്രീധരൻ. അജു എല്ലാ ഭാഷയും മാറി മാറി പറഞ്ഞു. അണ്ണൻ പെട്ടുപോയി, ചിരിച്ചു വയ്യാണ്ടായി. സരിത, എൻ്റെ വീടിൻ്റെ അടുത്താണ് നിങ്ങൾ ഷൂട്ട് ചെയ്തത്. ഞാൻ പഠിച്ച സ്കൂൾ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ, അതിൻ്റെ അടുത്ത്. വേഷം നല്ല ചേർച്ചയുണ്ട് സരിത. അവിടെയാണ് ചേച്ചി പഠിച്ചത്. അടുത്തത് സപ്ന കേക്കെ. ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് പറയാതിരിക്കാൻ പറ്റില്ല. ചിരിച്ച് ചത്തു. അജുവിൻ്റെ ഹിന്ദിയിലുള്ള തമിഴ് കേട്ട് അണ്ണൻ ഇടി തട്ടിയവനെ പോലെ നിൽക്കുന്നു. സിസ്റ്റർ ബ്ലസ് സൂപ്പർ. സിനിമകളിൽ അവസരം കിട്ടട്ടെ. അല്ലി ചേച്ചിയുടെ ചിക്കൻ തോരൻ നല്ലത്, പക്ഷെ വെളിച്ചെണ്ണയാണ് നല്ലത്. ഇത്തിരി എണ്ണ കൂടുതലാണോ എന്നൊരു ഡൗട്ട്. ഫ്രൈ ചെയ്തിട്ട് പിന്നത്തേതിൽ കുറച്ച് എണ്ണ കുറയ്ക്കാം. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കർഡ് ചേർത്താൽ സോഫ്റ്റ് ആവില്ലേ ചിക്കൻ? ഒരഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അതായത് ചിക്കൻ സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലി ചേച്ചി സൺഫ്ലവർ ഓയിൽ വറക്കണേ. വെളിച്ചെണ്ണ ആയി കഴിഞ്ഞാൽ ഹാർഡാവും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചിക്കനിൽ തൈര് ചേർത്താൽ പോരെന്നാണ് ചോദിക്കണം. അപ്പൊ സോഫ്റ്റ് ആവില്ലേ? ആരോഗ്യത്തിന് നല്ലത് വെളിച്ചെണ്ണയാണ് സൺഫ്ലവർ ഓയിലിനേക്കാൾ. പാചകത്തിൽ നിന്ന് നമുക്ക് മെയിൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിലേക്ക് വേണ്ട അതിനെ കൊണ്ടുപോകാലോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്തിട്ടുണ്ടാക്കാലോ. അടുത്തത് ശിവദാസ് അമ്പലപ്പറ്റ. എൻ്റെ അജുവിൻ്റെ തമിഴ് കേട്ടിട്ട് ചിരിച്ച് എപ്പിസോഡ് കാണാൻ പറ്റാതായി. അതിൻ്റെ ഇടയിൽ ബഹുത്ത് ഹിറ്റ് ഹേ, അത് കേട്ടപ്പോൾ ചിരിച്ച് ശ്വാസം മുട്ടി. ബഹുത്ത് എന്ന വാക്ക് തമിഴാണോ ഹിന്ദിയാണോ എന്നത് കൺഫ്യൂഷനായിരുന്നു. ആളുകൾ കാണാനിരിക്കണവരും കൂടി കൺഫ്യൂഷനിലാക്കും. സരിതയുടെ വേഷപ്പകർച്ച അടിപൊളിയായിട്ടാ. കന്യാസ്ത്രീവേഷം കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാ. കവിയൂർ പൊന്നമ്മയെ പോലെ തോന്നി. എന്നാണോ ഷോർട്ട് ഫിലിം കാണാൻ പറ്റുക? ഷോർട്ട് ഫിലിം 2-ാം തീയതി ഇറങ്ങും. അപ്പോൾ ലിങ്ക് ഇട്ട് തരാം. അടുത്തത് മിനി ജോഷി എം ബി. കാര്യമൊക്കെ ശരി തന്നെ. സരിത വിവാഹം കഴിഞ്ഞു, ജഗ്ഗുവും ഉണ്ട്. പക്ഷെ എൻ്റെ മനസ്സ് വേദനിച്ചു. സരിതയെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ ഉള്ളു പിടഞ്ഞു. അതൊരു കഥാപാത്രം മാത്രല്ല, സരിതീനില്ല, അത് വെറുതെ ഒരു അഭിനയം മാത്രല്ല. അത് നമുക്ക് ഇഷ്ടമുള്ളവര് ഇപ്പൊ മോഹൻലാലിന്റെ സിനിമയിൽ മോഹൻലാൽ ലാസ്റ്റ് മരിക്കണ സീൻ വന്നു കഴിഞ്ഞാൽ വിഷമാവില്ലേ നമുക്കറിയാം. ഇഷ്ടമുള്ളവർ അതുപോലെ ചേച്ചിക്ക് വിഷമം തോന്നിയിരുന്നു, പാവം ചേച്ചി. അടുത്തത് ലക്ഷ്മി ടി വി. അണ്ണന് തമിഴ് അറിയില്ല എന്ന് പറഞ്ഞത് കൊലച്ചതിയായിപ്പോയി, അതുകൊണ്ടാണ് ഹിന്ദിയിൽ പറഞ്ഞതെന്ന്. അയ്യോ. അടുത്തത് സന്ധ്യ ബിജു. സരിത, ഞാൻ ഫോൺ എടുത്ത് നിങ്ങളുടെ വീഡിയോ വന്നു നോക്കാൻ വേണ്ടി സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു കന്യാസ്ത്രീ, ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. എന്നിട്ടൊരു സംശയം, എവിടെയോ കണ്ടു പരിചയം. വീണ്ടും നോക്കി, എൻ്റെ സരിതയെ പറയാതിരിക്കാൻ വയ്യ. നല്ലതുപോലെ ചേരുന്നുണ്ട്. ഒറിജിനൽ കന്യാസ്ത്രീകൾ പോലും മാറി നിൽക്കും, അത്ര രസമുണ്ട്. ഇതങ്ങനെ ബഹുത്ത് ഹിറ്റ് ഫേമസ്. ഓ, ചിരിച്ച് മരിച്ചു. ചേട്ടൻ തമിഴ് പറഞ്ഞ അണ്ണനെ മലയാളിയാക്കും. അണ്ണൻ കിളി പോയി നിൽക്കുവാണ്. തമിഴനായ എനിക്ക് പോലും അറിയാത്ത തമിഴാണല്ലോ ഈ പറയുന്നത് എന്ന് ഓർത്ത്. അങ്ങനെ. അടുത്തത് ലീമ തോപ്പിൽ. ദ വേ Aju was mixing rice and meen curry in a chatti. I went back to my childhood days. I know that meen curry is super.
മീൻകറി അതിൽ ചട്ടിയിൽ ചോറിട്ട് മഴക്കണ കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പോൾ വായിൽ വെള്ളം ഊർന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയല്ലേ. അടുത്തത് വർഗീസ്. ആ വാരിത്തരുന്ന് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ചേട്ടനെ മിസ് ചെയ്യുന്നു. ചേട്ടനും ഇതുപോലെ വാരിത്തരും. ഡിസംബറിൽ വരുന്നുണ്ട് ഞാൻ നാട്ടിൽ. അടുത്തത് അനിത കെ. നമസ്കാരം. നമസ്കാരം. മീൻകറി സൂപ്പർ. സരിത മസാല നന്നായി മീനിൽ പിടിക്കട്ടെ. അപ്പം അജു മസിൽ പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കുന്നത്. ചില നേരത്തെ അജുവിൻ്റെ സംസാരം കേട്ടാൽ ചിരിച്ചു മരിക്കും. കേൾക്കാൻ നല്ല രസമാണ്. സന്തോഷം. അടുത്തത് വിമല. അജൂസ് ഫാമിലി. സരിത ആവോലി എപ്പോഴും കിട്ടുന്ന മീനല്ല, പണ്ടൊക്കെ ധാരാളം കിട്ടുമായിരുന്നു. കറി നന്നായിട്ടുണ്ട്. അജു കഴിക്കുന്നത് കാണുമ്പോൾ അറിയാം. വീടും പരിസരവും കാണാൻ നല്ല ഭംഗി. പണ്ട് കാലങ്ങളിൽ മീൻകറി പങ്കുവെച്ച് കഴിക്കുമ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ചട്ടിയിൽ ചോറിട്ട് കഴിക്കും. അതിൻ്റെ സ്വാദൊന്ന് വേറെ തന്നെയാണ്. നിങ്ങളുടെ സംഭാഷണം ഒരുപാട് ചിരിക്കാൻ വകതൊന്നു. ഓൾ ദ ബെസ്റ്റ്. അതായത് മീൻ കഷ്ണങ്ങളൊക്കെ വീട്ടിലത്തെ ആണുങ്ങൾക്ക് മുതിർന്ന മക്കൾക്കും എല്ലാ മക്കൾക്കും കിട്ടില്ല. അടിയിലേക്ക് പോരുന്തോറും അതിൻ്റെ കഷ്ണത്തിൻ്റെ വലിപ്പം കുറയും. പിന്നെ അവസാനം ചാറിയ മുക്കി ചോറുള്ള ഇട്ടിട്ട് മുക്കിയിട്ട് തന്നെ ഉണ്ടാക്കി ഗതികേട് വരും. മൂത്ത ആളുകൾക്കായിരിക്കും കഷ്ണങ്ങളൊക്കെ കിട്ടുക. അങ്ങനെയാണ് പങ്കുവെച്ച് പോവുക. അത് അങ്ങനെ ഒരു രീതി ഉണ്ട് പണ്ട് മുതൽ. പിന്നെ ഇപ്പോൾ കാലമൊക്കെ മാറി. ഇപ്പോൾ അല്ല, അപ്പം അമ്മമാർക്ക് ചട്ടി കിട്ടുള്ളൂ. അതെ, അവിടെ ചട്ടിയിൽ നീ പറഞ്ഞിട്ടില്ലേ അമ്മമാർ ഈ ആ കലത്തില് വെള്ളം ഒഴിച്ചിട്ട് കഴുകിട്ട് വെള്ളം കുടിക്കുന്നു. വിഷമം തോന്നിട്ട് അത് പറഞ്ഞിട്ട് അച്ഛനും അമ്മായിമാരൊക്കെ അച്ഛൻ്റെ അമ്മേരെ കാര്യം പറഞ്ഞതാ. അപ്പൊ അങ്ങനെ ദുരിതമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മാറി. അടുത്തത് ഷർമിള റജി. പിന്നല്ലാതെ കടലക്കറി കൂട്ടി എങ്ങനെ ചോറിനു? സരിത മീൻകറി കൂട്ടണ്ട. ഏത് നമ്മുടെ അജേട്ടൻ വെച്ചതേ. ശരി, പണി നടക്കട്ടെ. ആവോലി സൂപ്പർ. ജഗ്ഗു നമ്മുടെ മുത്തല്ലേ, നീ കഴിക്കട മോനെ. അല്ല, എന്താ ഇപ്പോൾ കുഴപ്പം? നിങ്ങൾ സൂപ്പറല്ലേ, യാതൊരു കൃത്രിമമില്ലാതെ വീഡിയോ ചെയ്യുന്നു. അടുത്തത് അജീഷ് വി സി. നമസ്കാരം. രണ്ടുപേരുടെയും മുഖഭാവം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ഫുഡ് ഇൻഫെക്ഷൻ അടിച്ചിരിക്കുകയാണ്. ഞാനെന്താ അങ്ങനെ, ഞാനൊരു പൂപ്പറയിട്ടിരുന്നോടല്ലേ. ഞാൻ മിക്കവാറും ഇങ്ങനെ വല്ല പണികൾ എടുത്തോണ്ടിരിക്കുമ്പോഴോ ചേട്ടൻ പറയണ്ടേ ഒരു ക്ലിപ്പ് എടുക്കണം വന്നേന്ന്. അപ്പം നമ്മൾ ശരിക്കും ചിന്തിക്കണം. നമ്മൾ നാച്ചുറലാണ്, അതൊക്കെ സംഭവിച്ചു. എന്നാലും ഒന്ന് കണ്ണാടയിൽ പോയിട്ട് എൻ്റെ മുഖം എങ്ങനെയാണ്, മുടി എങ്ങനെയാന്നൊക്കെ നമ്മളൊന്ന് നോക്കണം ശരിക്കും. ഞാനിതൊന്നും നോക്കണം. തീരെ ശ്രദ്ധിക്കില്ല. ചേട്ടപ്പം എൻ്റെ മുഖം ഒരു സൈഡ് ഇപ്പം ഇങ്ങനെയൊക്കെ ആയിട്ട് കോടിപ്പോയിട്ട് അല്ലെങ്കിൽ മുഖം മൊത്തം വല്ല കരിയൊക്കെ ഇട്ടിരുന്ന അവരെ ചേട്ടൻ അറിയില്ല. ഞാൻ വേറെ വല്ലവരും പറഞ്ഞിട്ട് ഞാനിത് അറിയാം. അപ്പം ഞാൻ ചേട്ടനോട് പറയും, ചേട്ടൻ ഇത്ര സമയം എൻ്റെ അടുത്തുണ്ടായിട്ട് ചേട്ടൻ ഇത് കണ്ടില്ല, ഇന്ന ആളെന്നോട് പറഞ്ഞു എൻ്റെ മൂത്ത് എഴുതിയിരിക്കണ്ടായിരുന്നു, തട്ടിക്കളയാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ അത്ര പോലും ചേട്ടൻ ശ്രദ്ധിക്കില്ല. അപ്പോൾ ഞാനിത് ശ്രദ്ധിക്കണ്ടേ. എന്നിട്ട് പിന്നെ വീഡിയോ കാണുമ്പോഴാണ് ഈ ഉറക്കപ്പിച്ച പോലെ മുടിയൊക്കെ ആകെ ചപ്പറത്തലേക്ക് ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ടേ. അതാണ് കേട്ടാ. അടുത്ത് മിനു ജോർജ്. എൻ്റെ ദൈവമേ, എനിക്ക് വായിൽ വെള്ളം വന്നിട്ട് വയ്യേ. എൻ്റെ ഒരു വീക്ക്നെസ് ആണേ. മീൻചട്ടിയിൽ ചോറ് കൊതിയായിട്ട് വയ്യേ. അല്ല, അജുവിന് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായോ ആവോ? ഒരു രക്ഷയും ഇല്ല അജുവേ. മീൻചട്ടിയിൽ ചോറിട്ട് മഴക്കുമ്പോൾ 2-3 മീൻ കഷ്ണം വേണം കേട്ടോ അതിൻ്റെ ഒപ്പം. അപ്പോൾ ഇരട്ടി ടേസ്റ്റ് ആയിരിക്കും. ചാറ് മാത്രം പോരാന്ന്. ചേട്ടൻ തന്നെ ശ്രദ്ധിക്കണം. ഉള്ള കഷ്ണം മുഴുവൻ തുടക്കമൊക്കെ പറക്കി തിന്നും. എന്നിട്ട് പിന്നെ മീൻ ചട്ടിയുടെ കൂടെ 3-4 കഷ്ണം എവിടെ നിന്ന് ഉണ്ടാവാനാ? വേറെ എവിടെ നിന്നേലും കൊണ്ടിടേണ്ടി വരില്ല ആ സമയത്ത്. നെവിൻ ഫെർണാണ്ടസ്. ഇന്നത്തെ ആവോലി കറി വെറൈറ്റി കറിയാണല്ലോ, വ്യത്യസ്തമായ ഫ്ലേവർ ആയിരിക്കും, ട്രൈ ചെയ്യണം. വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് കണ്ടപ്പോൾ തോന്നിയത് പറയുക. ഒന്നും തോന്നരുത് കേട്ടോ, കുറേ കാലമായില്ലേ ഈ കിണുങ്ങാപ്പികളെല്ലാം ഉപയോഗിച്ച് വീഡിയോ പിടിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഇതുവരെ റെക്കോർഡ് ബട്ടൺ അമർത്താൻ പഠിച്ചില്ലേ എന്നൊക്കെ പറയണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ആ കറിച്ചട്ടിയിൽ ചോറ് വാരിയിട്ടുള്ള കുഴച്ചടി വന്നത്. എന്താ സാറേ, വായിൽ കപ്പൽ ഓടിക്കാൻ പാകത്തിന് വെള്ളമായിട്ടാ. അപ്പോൾ തോന്നി റെക്കോർഡിങ് വർക്കാവാനും നന്നായി, അല്ലെങ്കിൽ ഈ മനോഹര രംഗം കാണാൻ കിട്ടുമായിരുന്നോ. ജഗ്ഗുവെ, മീൻകറി ചട്ടിയിൽ കുഴച്ചടിക്കുമ്പോൾ കൂടെ പുഴുങ്ങിയ മുട്ടയും. ഇങ്ങനൊരു കോംബോ ആദ്യമായിട്ടാണ് കാണുന്നത്. അതവനൊരു സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഒരു 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അവന് കഴിക്കാനേ. അതവൻ കഴിച്ചില്ല. അവനോട് എത്ര വട്ടം ഞാൻ പറയണോ അത് കഴിക്കുന്നു. ലാസ്റ്റ് ചോറ് ഉണ്ണേണ്ട സമയത്ത് ആ ചോറിൽ കൊണ്ടച്ചിട്ട് കഴിച്ച്. സൂപ്പറാണ്, അടിപൊളിയാണ് കേട്ടോ. കോഴിമുട്ട പുഴുങ്ങിയതും ചട്ടിയിൽ ചോറിട്ടുള്ളതും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കമന്റ് വായന കഴിഞ്ഞു. എല്ലാവർക്കും ഞാൻ കുറച്ചധികം വാചാലയായി പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ചേട്ടൻ ഇന്ന് കുറച്ച് സൈലന്റും ആയിരുന്നു. ഞാൻ സൈലന്റ് ഒന്നും ആയിട്ടൊന്നുമില്ല, നിനക്ക് തോന്നുന്നതാണ്. അതെ.
അത് നീ കൂടുതൽ സംസാരിക്കാനാണ് ഇപ്പോൾ നിനക്ക് തോന്നുന്നത് ഞാൻ കുറവാണെന്ന് തോന്നണത്. അങ്ങനെ കൂടുതലും കുറവൊന്നുമില്ല. ഇത് നമ്മൾ ഇത്തിരി വായടുത്തം കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ? സാറുന്നില്ല. നമ്മളെ ഇതിൽ ഇത്തിരി ആവേശമില്ലെങ്കിൽ ചാനലിൽ ഇതിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നിട്ട് വയ്യാത്ത പോലെ ഇങ്ങോട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാനാണ് നല്ലത്. അല്ല, ചില സമയത്ത് ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങോട്ട് വാചാലയായി പോകും ചില വിഷയങ്ങൾ വരുമ്പോൾ. അതാണ്. അപ്പം എല്ലാവരും സാധാരണ ക്ഷമിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.